നമസ്കാരം സുഹൃത്തുക്കളെ. ഞങ്ങൾ പിള്ളേർക്ക് ചോറുപാട്ട് വന്നതാണ്. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് മോള് വന്നിട്ടുണ്ട്. മോള് വന്നപ്പോൾ ഇവിടെയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കാമെന്നും പറഞ്ഞ് വന്നേ. അപ്പോൾ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളുമായിട്ട് ഇങ്ങനെ വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അവരെ ഒന്ന് കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് മോള് വന്നത്. അപ്പോൾ മഴയായതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. പിന്നെ അവർക്ക് ചാപ്പാടുമൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ചോറപ്പം കൊണ്ടുവന്ന്. പിന്നെ മോള് വന്നപ്പോൾ ബിരിയാണി മേടിച്ചുകൊണ്ടാണ് വന്നത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇന്നിപ്പോൾ. മോളെയും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഇതായിട്ട് നിൽക്കുക. ഡോണൊക്കെ നല്ല ഹാപ്പിയാണിന്ന്. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടെ കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പങ്കിയൊക്കെ ഇന്ന് നല്ല ഇതിൽ നിൽക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ മഴയായതുകൊണ്ട് തൂക്കാനും വരാനും ഒന്നും പറ്റത്തില്ല. തൂത്താലത്ത് നീങ്ങത്തുമില്ല അരിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഒന്നെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. മഴയൊന്ന് തോന്ന് വെയിലൊക്കെ ആട്ടെന്ന് വിചാരിച്ച്. മോള് കൊണ്ടുവന്ന് ബിരിയാണി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച. ഇയാൾ കൊണ്ടുവന്ന് ബിരിയാണി മേടിച്ചുകൊണ്ടാണ് വന്നത്. പങ്കിയൊക്കെ ഭയങ്കര ഫോമിലാണ്. ഞങ്ങളെല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിള്ളേർക്ക്. എന്നാൽ പങ്കിയൊന്നും ഇങ്ങനെ ആരും തൊടാനൊന്നും ചെല്ലാൻ പറ്റത്തില്ല. ഇയാൾ കട്ടക്കലിപ്പിലാകുന്ന ആളാണ്. എന്നെ പക്ഷേ അങ്ങോട്ട് വിളിക്കുക അടുത്തോട്ട് അവളെ പിടിച്ചോണ്ടിരിക്കാൻ വേണ്ടി. നമ്മൾ മാറിക്കഴിഞ്ഞാൽ കൈ കൊണ്ട് വിളിക്കുക അടുത്തോട്ട് പോകാമെന്നും പറഞ്ഞ്. ഡോണ അതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. പിങ്കി കുഴപ്പമില്ല. പിങ്കിക്ക് ബിരിയാണി കിട്ടി. ബിരിയാണി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുവാണ് മോള്. എല്ലാവരും സൈലൻ്റായിട്ട് ഇന്ന് ഭയങ്കര സന്തോഷത്തെ കിടക്കുക. അന്ന് കാല് തൊലി പോയതായിരുന്നു. അത് നമ്മൾ മരുന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അത് അവൻ നക്കി തൊലി വീണ്ടും കളഞ്ഞുകൊണ്ടിരിക്കുക. നനയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തില്ലത്. കുറേ ദിവസമായിട്ട് മരുന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനെ നമുക്ക് കുറച്ച് മരുന്നിട്ട് കൊടുക്കുക. അവൻ തന്നെ നക്കി അങ്ങ് ഇതാക്കുന്നത്. അല്ല മുറിഞ്ഞിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ചൊറിയുമ്പോൾ അവൻ നക്കി അതിൻ്റെ രോമമെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ മാംസം തെളിഞ്ഞ് നിൽക്കുന്ന പോലുള്ള ഇതുള്ള. അല്ല മുറിവായിട്ടൊന്നുമില്ല. അങ്ങനെ ചൊറിയുന്ന എന്തെങ്കിലും കാണും. അന്നേരം നക്കുന്നതാണ്. നക്കി തോർത്തെടുക്കുന്നവന്. അവൻ അടങ്ങിയൊന്ന് കടന്നാലല്ലേ ഉള്ളു. അവനെ അഴുക്കിനകത്തും ഇതിനകത്തുമൊക്കെ പോകാതെ കടന്നാലതങ്ങ് പുറത്തേനായിരുന്നു. ഇവർക്കൊക്കെ എന്തെങ്കിലും ഇത് വരുമ്പോൾ വലിയ പാടാണ്. ഈ അടുത്ത സമയത്ത് അവന് ഒരുപാട് പൈസ ചിലവാക്കി. 10,000-16,000 രൂപയ്ക്ക് അടുത്ത് ചിലവാക്കി. അവൻ്റെ കയ്യിൽ ഇതൊരു മുറിവ് വന്നിട്ട് അത് പഴുത്ത് അങ്ങ് ഇത് ഭയങ്കര ഒരു ഓളായിട്ട് പുഴു കയറിയായിരുന്നു. അത് പിന്നെ അങ്ങനെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത്. പിങ്കിക്ക് ബിരിയാണി കിട്ടി. അതിൻ്റെ വെപ്രാളമാണ് ഇനി പങ്കിയും ഡോണും. ഇനി ബിരിയാണി കിട്ടിയാൽ തറയിൽ നിൽക്കത്തില്ല. വെള്ളം വെച്ചോണ്ടിരിക്കും. പങ്കി കണ്ട സംഭവം. മോള് 3 പൊതി മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചോറും അല്ലാതെ കൊണ്ടുവന്നായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ എന്നാന്ന് വിചാരിച്ച് ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം. മുട്ടയൊക്കെ ഉണ്ട്. പങ്കിക്ക് സന്തോഷമായി. ബിരിയാണിയൊക്കെ കിട്ടി. ഡോണാണ് അതിനേക്കാളും കൊതിമൂത്തവിടെ നിൽക്കുക. എന്താ ഇതെല്ലാം കണ്ടുകൊണ്ടവൻ കിടക്കുവാണ്. ഇവർ രണ്ടുപേരെ അടുക്കലോട്ട് എല്ലാം പറ്റത്തില്ല. ഒരു ഓടിക്കും. അതുകൊണ്ടാണ് ഇയാളവിടെ കിടന്നത്. എന്താ ഡോണിനും കിട്ടി ബിരിയാണി.
മോള് 2 ആഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ വന്നത്. ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. മോള് പഠിക്കുക. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ ഇവിടെ മഴയായിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാമെന്നും പറഞ്ഞ് വന്നത്. അന്നേരം ഒന്നും പറ്റാത്ത രീതിയാണ്. ഇന്നലെ ഒന്ന് തോർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാൽ മോള് വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ രാവിലെ തൊട്ട് മഴയായിരുന്നു, തോരാതെ പെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് മഴയൊന്ന് തോന്നുന്നത്. ഒന്ന് വൃത്തിയാക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. പക്ഷെ നടക്കത്തില്ല. ചിക്കൻ കാലൊക്കെ കിട്ടി ഡോണിന്. 2 കാല് കിട്ടിയില്ലേ. ഡോണിപ്പം ഭയങ്കരമായിട്ട് മോശമായിരിക്കും. അതിന് ഫുഡൊന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് നല്ല തടിയായിരുന്നു അവന്. അത് നമ്മുടെ കാക്ക കണ്ടോ വന്ന്. കാക്ക ഇവിടുന്ന് പോകത്തില്ല. ഈ സമയത്ത് കാക്ക കൃത്യമായി വന്ന് ചാപ്പാട് കഴിക്കും. അവിടെ ഉണ്ടെന്നുള്ള അയാൾ. കാക്ക ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം അംഗമായിരിക്കുവാണ്. അയാൾക്ക് ഒരു പ്ലേറ്റും ചോറും എന്നും ഉണ്ട്. നാല് പേരായിരുന്നു ഞങ്ങൾ. ഒരാളിനെ വേറെ കൊടുത്തതാണ്, ബെല്ലെ. ഒരു ജർമ്മൻ തന്നെ ആയിരുന്നു. അയാളെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു ബന്ധുവിനെ തന്നെ കൈമാറിയതാണ്. അപ്പോൾ അയാളെയും കാണാൻ പോകണമെന്ന് മോള് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഒരുപാട് ചാപ്പാടുണ്ട്. സന്തോഷത്തോടെ നിൽക്കട്ടെ, കഴിക്കട്ടെ അവർ. കുറേയൊക്കെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ തട്ടിക്കളയുന്ന പണിയാണ് ഡോണിൻ്റെ പരിപാടി. എല്ലാവരും ഇനി ബിരിയാണി ഉള്ളതുകൊണ്ട് നല്ല ഇതായിട്ടും കഴിക്കുക. കടയിൽ നിന്ന് മോള് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇറച്ചി മീൻ അതൊക്കെ കൊടുക്കുന്നത്. ഇപ്പം മീനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഇപ്പം കിട്ടാൻ, മഴയൊക്കെ ആയതുകൊണ്ട്. മോളൊന്ന് തൂക്കാൻ നോക്കും, പക്ഷേ തൂത്തട്ടൊന്നും നീങ്ങത്തില്ല. അവിടെ മൊത്തം മണ്ണും ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ ഡാൻസും ഉണ്ട് ഇടയ്ക്ക്. അവനും ചേച്ചിയെ കണ്ടതിൻ്റെ തുള്ളലാണ് തുള്ളിയത്. അവനും ചേച്ചിയെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് അവർക്ക് എല്ലാവർക്കും. ചേച്ചി ഇവിടെ ഇല്ലല്ലോ, വല്ലപ്പോഴും വരുമ്പം കാണുമ്പോൾ ഉള്ള തുള്ളലാണ്. എല്ലാവരും ഇറച്ചിയൊക്കെ എടുത്ത് താഴെ ഇട്ടിട്ട് കടിച്ചു പറിച്ച് തിന്നുക. പങ്കി നോക്കുന്നുണ്ട്. പങ്കി മുട്ട മുഴുവനായതുകൊണ്ടാണ് ഒന്ന് കടിച്ചു തിന്നാത്തത്. അതൊന്ന് കണ്ടിച്ചിട്ട് കൊടുക്കാമെങ്കിൽ അങ്ങ് കഴിച്ചോളൂ. നമ്മൾ ഡെയിലി തുണി ഇട്ട് കൊടുക്കും. തുണിയെല്ലാം വലിച്ചു വാരി താഴെ കളയുന്ന പണിയാണ് അവർ. ഇന്നലെ പനിക്കാന്നൊക്കെ ഇട്ട തുണിയെല്ലാം ചവിട്ടി തേച്ച് എടുത്ത് കളഞ്ഞു. പിങ്കിയുടെ തുണിയെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ അഴുക്കായതുകൊണ്ട് ഞങ്ങളെല്ലാം എടുത്ത് മാറ്റി. ഇനി നമുക്ക് വേറെ തുണി ഇട്ട് കൊടുക്കാം. ഉണ്ടാ അവൻ അമ്മച്ചിയിടക്കൊക്കെ പോയി കറങ്ങിയിട്ട് വരുക. സിദ്ധാർത്ഥും ഡോണുമായിട്ടാണ് കമ്പനി. എല്ലാവരും ചേച്ചി നോക്കുന്നത്. ചേച്ചി വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇന്നെല്ലാവരും. തുണിയൊക്കെ ചേച്ചി വേറെ എടുത്തിട്ട് കൊടുക്കുക. എല്ലാവർക്കും തുണിയൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട്. ചോറ് ഇന്ന് ഒരുപാട് അധികമാണ്. അതൊക്കെ ഇനിയിപ്പം ഇതിന് കഴിച്ചോളൂ. എല്ലാവർക്കും ഈ 2 പ്ലേറ്റ് ചോറാണ് കിട്ടിയേക്കുന്നത്. തൂരാനും പെടുക്കാനും ഒക്കെ ആണ്ട് ഇതേപോലെ ഇറങ്ങിയവരങ്ങ് സാധിച്ചോളൂ. എന്നിട്ടങ്ങ് കയറിക്കോളും, കുഴപ്പമില്ല. നമ്മൾ പിന്നെ ചെന്നിട്ടെല്ലാം കോരി അങ്ങ് കളയും.
അതുകൊണ്ട് അതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ തൊടലിന് നല്ല നീളം ഉണ്ടോണ്ട് ഓടാനും ചാടാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലാം അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരെ നോക്കുന്നത്. പിള്ളേരെ നോക്കുന്ന പോലെ തന്നെ ഞങ്ങൾ 4 എണ്ണമായിരുന്നു. ഒരെണ്ണത്തിനെ നോക്കാനുള്ള ബുദ്ധിമുട്ട്. അയാൾ ഇച്ചിരി വിരളിയുമായിരുന്നു. അതുകൊണ്ട് ഒരു ജർമ്മനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളൊരു ബന്ധുവിന് തന്നെ കൊടുത്തു. ഇനി അയാളെ കാണാനും പോകണം. അപ്പോൾ എല്ലാവർക്കും ബായ്.